ഒറ്റയ്ക്കിരിക്കാനാവുന്നില്ല സാർ. പുസ്തകത്തിന് മുന്നിൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേക്ക് കയ്യും കാലും വിറക്കുകയാണ്. എവിടെ നിന്നൊക്കെയോ നെഗറ്റീവ് ചിന്തകളുടെ കൂമ്പാരം മനസ്സിലേക്ക് വരികയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഇടയ്ക്കൊക്കെ മനസ്സിൽ വന്നു പോകുന്നു. കണ്ണ് ഇടയ്ക്ക് നിറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ, ജീവിതത്തിൻ്റെ ഇത്രയും കാലത്തെ സ്വപ്നം കൈവിട്ടു പോകുമെന്നുള്ള ഒരു പേടി വെറുതെ മനസ്സിലിങ്ങനെ വരികയാണ് സാർ. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനി എങ്ങനെ റിവൈസ് ചെയ്യണം? എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. 2 ദിവസം മുമ്പാണ് ഒരു കുട്ടി നിറകണ്ണുകളോടെ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതാൻ പോകുന്ന ഇന്ത്യയിലെ 24 ലക്ഷം കുട്ടികളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഞാൻ എക്സാം എഴുതുമ്പോൾ എൻ്റെ അവസ്ഥയും വലിയ വിഭിന്നമൊന്നും ആയിരുന്നില്ല. എത്രയൊക്കെ ആളുകൾ ഉപദേശിച്ചാലും ആരൊക്കെ എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും നമ്മളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പെടപെടാ പിടയ്ക്കുന്നുണ്ടാകും. നമ്മുടെ ഉള്ളിൽ പല രീതിയിലുള്ള സങ്കടങ്ങൾ തിളച്ചു വരുന്നുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പഠിക്കാതെ നീറ്റ് കിട്ടാത്തവരെക്കാൾ ഞാൻ കേട്ട് നിന്നിട്ടുള്ളത്, സങ്കടപ്പെട്ടിട്ടുള്ളത് പഠിച്ചിട്ടും നീറ്റ് കിട്ടാതെ പോയവരുടെ സങ്കടങ്ങൾ കണ്ടിട്ടാണ്. നോക്കൂ, ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഇതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പഠിച്ചു തീരാത്തത് കൊണ്ടല്ല നല്ലൊരു ശതമാനത്തിനും റാങ്ക് നഷ്ടപ്പെടുന്നത്. ഈ പേടി, ഈ അവസാനം വരുന്ന ആങ്സൈറ്റി നമ്മളെ പല രീതിയിൽ തകർക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ റിവിഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ മെയ് 4 എന്ന് പറയുന്ന ആ ദിവസം അതെൻ്റെ ദിവസമാണ്. അന്ന് ഞാൻ നന്നായി പെർഫോം ചെയ്യും, എനിക്ക് റാങ്ക് കിട്ടും. എനിക്ക് എല്ലാ റാങ്കൊന്നും വേണ്ടല്ലോ. ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്ന റാങ്ക്, മികച്ച റാങ്കിൻ്റെ കൂട്ടത്തിൽ ഒരു റാങ്ക്, കേരളത്തിൽ 1000-ൻ്റെ ഉള്ളിൽ 100-ൻ്റെ ഉള്ളിൽ ഒരു റാങ്കല്ലേ എനിക്ക് വേണ്ടൂ. അതെനിക്ക് കിട്ടുമെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് പറയണം. നെഗറ്റീവ് ചിന്തകൾ എല്ലാവർക്കും വരും. അതിനെ അതിജയിക്കാൻ പറ്റുന്ന, തളർന്നു പോകുന്ന ഹൃദയത്തെയും അടഞ്ഞു പോകുന്ന കണ്ണുകളെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് പഠനത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ തന്നെയായിരിക്കും റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിച്ചു തീരാത്തത് കൊണ്ടല്ല, നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിലെ റാങ്ക് നഷ്ടപ്പെടരുത്. നോക്കൂ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിനെ എല്ലാം മാറ്റിവെക്കുക. ഒറ്റയ്ക്കിരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഇനി ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഒന്നിച്ച് പഠിക്കാൻ നോക്കുക. ഇനി അതല്ല വേറെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനെ എല്ലാം മാറ്റിവെക്കുക. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം, ആ റാങ്ക് എനിക്കുള്ളതാണ്, മെയ് 4 എന്ന് പറയുന്ന ദിവസം എൻ്റെതാണ് എന്ന റിയാലിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് ഉറപ്പിച്ച് പഠിക്കാൻ തുടങ്ങുക. ഇനി നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുള്ള സമയമല്ല, റിവിഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. കംപ്ലീറ്റ് ടോപ്പിക് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ടോപ്പിക്ക് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിച്ചു തീരണം. അങ്ങനെ നോക്കൂ, പ്രോപ്പറായിട്ട് പഠിച്ചു തീരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്കൊരു അത്താണിയായി, നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ടോപ്പിക്ക് റിവൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എജുപോർട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആൻഡ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുൾ ടോപ്പിക് റിവിഷൻ ക്ലാസ്സസ് നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, എജുപോർട്ടിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, ഫുൾ ടോപ്പിക്, നോട്ട് ഈവൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ടോപ്പിക് അടക്കം വിത്ത് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ സെറ്റ് ചെയ്ത് തരാൻ പോവുകയാണ്. അതിന് നാളെ 7 മണിക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ, അതായത് 16-ാം തീയതി 7 PM നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് വെക്കുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ ലൈവിലേക്ക് എല്ലാവരും വരിക. ആ സ്റ്റഡി പ്ലാൻ ലൈവിൽ ഓരോ ദിവസവും ഏതൊക്കെയാണ് ടോപ്പിക്സ്, ഏതൊക്കെ അധ്യാപകരാണ് നിങ്ങൾക്ക് എടുക്കുക, ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഉണ്ടാവുക, ഏതൊക്കെ സബ്ജക്റ്റാണ് ഓരോ ദിവസവും തീർക്കാൻ പോകുന്നതെന്ന കൃത്യമായ കണക്ക്, കൃത്യമായ ധാരണ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതിലൂടെ നിങ്ങൾക്ക് വേണ്ടാത്ത സബ്ജക്റ്റിൽ, അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലും വേണ്ട എന്തോന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ലാത്ത എല്ലാ സബ്ജക്റ്റും, ഓരോ ടോപ്പിക്കും നമ്മൾ 1ാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് തുടങ്ങി ഫൈനൽ ചാപ്റ്റർ വരെ സബ്ജക്റ്റ് വൈസ് നമ്മൾ തീർത്ത് നിങ്ങളെ സെറ്റാക്കി തരും. അതിനുശേഷം അവസാനത്തിൽ വീണ്ടും ഒരു ഫുൾ ടോപ്പിക്, ഹോൾ സബ്ജക്റ്റ് ഫുൾ ടോപ്പിക്കിന് വീണ്ടും ഒരു 2-3 ദിവസത്തെ ലൈവ് കൂടെ കഴിഞ്ഞ് നിങ്ങളെ എല്ലാ രീതിയിലും എക്സാമിന് പ്രിപ്പയർ ആക്കാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം തന്നെ നമ്മുടെ ആ ലൈവിന്, നാളത്തെ ലൈവിന് വരിക. ആ ഒരു ലൈവ് കണ്ടാൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ സ്ട്രെസ് എല്ലാം ഒഴിവാക്കി നിങ്ങൾ മാക്സിമം ഒരു അടിപൊളി ലെവലിലേക്ക് എത്തുമെന്ന കാര്യം ഞാൻ ഉറപ്പ് തരാം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം
എക്സാം നന്നായി പരീക്ഷ എഴുതുക. പിന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് ആൻ എക്സാം. മെയ് 4 നടക്കാൻ പോകുന്നത് ഒരു പരീക്ഷയാണ്. ജീവിതത്തിൽ ഇനി അനേകം പരീക്ഷണങ്ങൾ നമുക്ക് വരാനുണ്ട്, അനേകം വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ജീവിതം അങ്ങനെയാണ്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതിലേക്കുള്ള ഒരു ട്രെയിലറിലൂടെ അല്ലെങ്കിൽ ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അവസരത്തെ നമ്മൾ എന്തെങ്കിലും ഒരു ബേർഡനായി കാണാതെ നമ്മളെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള, നമ്മളെ കുറച്ചുകൂടെ മനക്കട്ടിയുള്ള, നമ്മളെ കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഹ്യൂമൻസ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം മികച്ചൊരു റാങ്ക് കിട്ടട്ടെ. അപ്പോൾ നാളത്തെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ പിൻ ചെയ്ത് വീഡിയോയുടെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളത്തെ ലൈവിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ വൺസ് അഗെയിൻ. നിങ്ങൾക്കെല്ലാവർക്കും മികച്ച റാങ്ക് കിട്ടി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വൺസ് അഗെയിൻ ഈ ഒരു ലൈവ് ആക്ച്വലി റിപ്പീറ്റേഴ്സിനും അതുപോലെ തന്നെ ക്രാഷിന് പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം യൂസ്ഫുള്ളാണ് ഈ ലൈവ് സീരീസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കായാലും ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ ഒരിക്കലും ടോപ്പിക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം അധ്യാപകർ റിവൈസ് ചെയ്ത് തരുമ്പോൾ ദേ നോ വിച്ച് ഓൾ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം, എങ്ങനെ പോയാലാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചറിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നാളത്തെ ലൈവിന് വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.